ചെറുപ്പക്കാരെ നിരപരാധികളെ 3 മണിക്കും 4 മണിക്കും പുലർച്ചെ വീട് കയറി വേട്ടയാടി റിമാൻഡ് ചെയ്യാൻ വിട്ട പോലീസിനോട് കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഗ്രനേഡ് എറിഞ്ഞതിലെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ കള്ളക്കേസ് നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് കോടതി പറയുമ്പോ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഒരു സംഘർഷത്തിനും നിൽക്കാൻ താല്പര്യമില്ല, സമാധാനത്തോടെ നാട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുമ്പോ ഒരു കാരണവും കൂടാതെ പോലീസിനകത്ത് CPM പണിയെടുക്കുന്ന ചില ഗുണ്ടകളെ വെച്ച് തലക്കും മൂക്കിനും അടിച്ച രാഷ്ട്രീയം പറയുന്നത് നിർത്തും എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുകയായിരിക്കും. ഇവർക്ക് നല്ലതെന്ന് സ്നേഹത്തോടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, നാടിന്റെ സമാധാനത്തിന് വേണ്ടി. ആ പോലീസുകാരനെ പറ്റി അന്വേഷണം പറയുന്നത് അവന്റെ കൂടെ ഡിസ്മിസലായ 2 ആള് പറയുന്നത് അവനിപ്പോ സർവീസിലേ ഇല്ലെന്ന്. അവർക്ക് പോലും അറിഞ്ഞൂടെ ഇവൻ സർവീസിൽ തിരിച്ചിട്ടുണ്ടെന്ന്. അവന്റെ ഡിസ്മിസൽ ഓർഡർ പൂഴ്ത്തി വെച്ചിട്ട് അവനെ സർവീസിൽ തുടരാൻ അനുവദിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുക. എന്നിട്ട് ഇവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ഏർപ്പാടാണ്. പോലീസിന്റെ പണിയെടുത്താൽ നമ്മൾ ബഹുമാനിക്കും, പക്ഷെ കാക്കിയിട്ടിട്ട് CPM ഗുണ്ടാ പണിയെടുത്ത ഇവരുടെ ടൂളും സംവിധാനമുണ്ട്. റൂറൽ SP തന്നെ പറഞ്ഞല്ലോ, പോലീസ് ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണം അവസാനം എവിടെയാ ചെന്ന് നിന്നത്? കാസിമിലല്ല, ചെന്ന് നിന്നൊരു DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റില. അവൻ സഹകരിക്കുന്നില്ല എന്ന് അവസാനം മറുപടി പറഞ്ഞത്. യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരനല്ല, യൂത്ത് കോൺഗ്രസുകാരനല്ല, DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിൽ. ഇപ്പൊ നാടിനെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മളല്ല.